ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈൻഡ് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബ് ചാനൽ. നമ്മൾ കുറച്ച് ദിവസമായില്ലേ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിട്ട്. കാരണം ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു, ജോലിയും ഇതൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ കൂടുതൽ വീഡിയോസ് ഇടുന്നതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ അങ്ങനെ എടുക്കാൻ സമയമൊന്നും കിട്ടാറില്ല. അപ്പം എന്തായാലും ഇനിയും ഞാൻ യൂട്യൂബിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താണ് അല്ലേ ഈ ഒരു പറമ്പിൽ വന്ന് നിൽക്കുന്നത്. ടൈറ്റിലും തംബ്നെയിലും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൈക്ക് എപ്പോഴാണ് നിന്ന് പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് 5 വർഷമായിരിക്കുകയാണ്. സോ ഐ എം സൂപ്പർ പ്രൗഡ്. എനിക്ക് 5 വയസ്സും കൂടെ കൂടിയേക്കാണ് ഗൈസ്. എനിക്ക് 18 വയസ്സായപ്പോഴാണ് ഞാൻ വോട്ട് ചെയ്തത്. അപ്പം ഇന്ന് 28 വയസ്സായി. സോറി, ഇന്ന് 5 വർഷം കഴിഞ്ഞ് നമ്മൾ വോട്ട് ചെയ്തു. അപ്പോൾ 28 വയസ്സൊന്നും ഇല്ല കേട്ടോ. ആൾക്കാരവർക്ക് ഞാൻ കിളവനായിരുന്നു. ആക്ച്വലി അത്രയൊന്നും ഇല്ല. അപ്പം ഞാൻ അന്ന് എൻ്റെ ഒരു ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇത്രയധികം വീഡിയോസ് ചെയ്യുന്നോ ഇത്രയധികം യാത്രകൾ ചെയ്യുമെന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് യാത്രകൾ പോകുന്നതെന്ന്. അല്ല, ഞാൻ യാത്രകൾ പോകുമ്പോൾ വീഡിയോ എടുക്കുന്നതാണ്. മിക്ക സ്ഥലത്തും പോയപ്പോൾ വ്ളോഗൊന്നും എടുത്തിട്ടില്ല, കാരണം എൻജോയ് ഒക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ കഴിഞ്ഞ 5 വർഷം മുമ്പ് ചുമ്മാ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നൊരു 5 വർഷം ആയപ്പോൾ ഐ തോട്ട് ദാറ്റ് ഇവിടെ വന്ന് വീഡിയോ ചെയ്യാമെന്നൊരു നൊസ്റ്റാൾജിയ. അന്ന് ഈ കൊടിമരങ്ങളൊക്കെ കരിഞ്ഞ് നിൽക്കുകയായിരുന്നു. കുരുമുളക് ചെടി, നോട്ട് കൊടിമരം, മാറിപ്പോയതാണ്. കാരണം അത് മൊത്തം കരിഞ്ഞു പോയിരിക്കുകയാണ്. പിന്നെ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ തവണ ഞാൻ വോട്ട് ചെയ്ത ആളായിരുന്നു ജയിച്ചത്. അപ്പം ഇത്തവണയും അയാൾക്ക് തന്നെയാണ് ചെയ്തത്. ജയിക്കുമില്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും നമ്മൾ വോട്ട് ചെയ്തു, ബിക്കോസ് നമുക്ക് നല്ലൊരു ഗവൺമെൻറ് ഉണ്ടാവട്ടെ. അന്ന് നമ്മളെ എന്താ പറയുക, അഗ്രികൾച്ചറിൽ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ മെമ്പർ ഓഫ് ദ പാർലമെൻറ്റ് ആവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ ആയി. പ്രത്യേകിച്ചിട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നല്ലൊരു വഴിയൊക്കെ തന്നു. അതിപ്പോൾ റീസെൻ്റ്ലി ആണ് തന്നത്. സോ എല്ലാവരും വോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത് കിട്ടാൻ വേണ്ടിയാണ് പൊതുവെ ഞാനൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ചിലവരൊക്കെ പറയുന്നുണ്ട് വോട്ട് ചെയ്യുന്നില്ല ഞാൻ, അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ട് എന്തിനാ, അങ്ങനെയൊക്കെ പറയുന്നൊരു സത്യം പറഞ്ഞാൽ മണ്ടമാനാണ്. ബിക്കോസ് ആസ് എ ഇന്ത്യൻ സിറ്റിസൺ വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. സോ ഹോപ്പ് ദാറ്റ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും വോട്ട് ചെയ്തു. 18 വയസ്സ് കഴിഞ്ഞവർ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെ അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവർക്കും സുഖമല്ലേ. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് കയറി പോകട്ടോ. ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് പറമ്പിലോട്ട് ഇറങ്ങുന്നത് തന്നെ. എത്ര കൊല്ലം കൂടിയാണ് പറമ്പൊക്കെ അങ്ങ് മാറിപ്പോയി എന്നൊരു ഫീലാണ്. കുറേ കൊല്ലം കൂടി ഇറങ്ങിയതാണ്. പിന്നെ ഭയങ്കര വെയിലാട്ടോ, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ പേരയ്ക്ക ഒന്നും ഇല്ല. പേരയ്ക്ക അവിടെ ഒരെണ്ണമുണ്ട് കയറുന്നിടത്ത്. അപ്പോൾ അതൊക്കെ പറിക്കാനായിരുന്നു സാധാരണ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ മാംഗ്ലൂർക്ക് പോയി, +1 +2 കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ എത്രയായി, 7 ഇയേഴ്സ് കഴിഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ ഇന്നാണൊന്ന് പറമ്പിലിറങ്ങാൻ സാധിച്ചത്. അപ്പോൾ ഇലക്ഷൻ വന്നുകൊണ്ട് പറമ്പൊന്ന് കാണാൻ പറ്റി. അപ്പം ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ടാറ്റാ.